നമ്മളിപ്പോൾ ഫോൺ എടുത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ പറ്റി സെർച്ച് ചെയ്താൽ, പ്രത്യേകിച്ച് ഗൂഗിളിൽ ഒക്കെ നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ പറ്റി സെർച്ച് ചെയ്താൽ, പിന്നെ നമ്മൾ ഫേസ്ബുക്ക് തുറന്നു നോക്കിയാൽ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം തുറന്നു നോക്കിയാൽ, അല്ലെങ്കിൽ യൂട്യൂബ് തുറന്നു നോക്കിയാൽ, എന്ത് തുറന്നു നോക്കിയാലും നമ്മൾ സെർച്ച് ചെയ്ത ആ പ്രൊഡക്റ്റായിട്ട് ബന്ധപ്പെട്ട പരസ്യം ഉണ്ടാകും അവിടെ. വല്ലാത്തൊരു ശല്യമല്ലേ? നമ്മളിപ്പോൾ എന്ത് സെർച്ച് ചെയ്താലും, എന്തിനെ പറ്റി ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ പറ്റി സെർച്ച് ചെയ്താൽ, ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഏതെങ്കിലും പ്രൊഡക്റ്റിനെ പറ്റി നമ്മൾ സെർച്ച് ചെയ്താൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലുള്ള പ്രൊഡക്റ്റിനെ പറ്റി സെർച്ച് ചെയ്താൽ ഒക്കെ നമ്മൾ ആ സെർച്ച് ചെയ്തത് പറ്റിയുള്ള പരസ്യം അത് നമ്മൾ എവിടെ പോയാലും, അതായത് നമ്മളിപ്പോൾ ഫേസ്ബുക്ക് പറഞ്ഞാൽ നമ്മൾ എന്താണോ സെർച്ച് ചെയ്ത് അതിൻ്റെ പരസ്യം ഫേസ്ബുക്കിലുണ്ടാവും, അല്ലെങ്കിൽ യൂട്യൂബ് പറഞ്ഞാൽ അവിടെ ഉണ്ടാവും. ഇങ്ങനെ നമ്മൾ സെർച്ച് ചെയ്ത് ബേസ് ചെയ്തുകൊണ്ടുള്ള പരസ്യം നമുക്ക് വരാണ്ടിരിക്കാൻ ഫോണിലൊരു സെറ്റിങ്സ് ഉണ്ട്. അതൊന്ന് ചെയ്താൽ മതി. അതെന്താ സെറ്റിങ്സ്? ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് എല്ലാ ഫോണിലും ഉണ്ടാവും ഗൂഗിൾ എന്ന് പറയുന്നൊരു ചങ്ങായി. ഇതാ ഫോണിൻ്റെ സെറ്റിങ്സിൽ ഗൂഗിൾ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടാവും. അതൊന്ന് തുറക്കുക. ഗൂഗിൾ തുറന്നാൽ ഇവിടെ ആഡ്സ് എന്ന് കാണും. ഈ ആഡ്സ് ഒന്ന് തുറക്കുക. ആഡ്സ് തുറന്നാൽ ഇവിടെ രണ്ട് സംഭവങ്ങൾ മേലെ തന്നെ ഉണ്ട്. ഒന്നാമത്തത് റീസെറ്റ് അഡ്വർടൈസിങ് ID. അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് കൺഫേം കൊടുക്കുക. അപ്പോൾ നമ്മളെ ഫോണിന്, നമ്മളെ ഗൂഗിളിന് ഒക്കെ ആയിട്ട് ഒരു അഡ്വർടൈസിങ് ID ഉണ്ടാവും. അത് നമ്മൾ റീസെറ്റ് ചെയ്ത്, അപ്പം പഴയ ID പോയി പുതിയ ID വന്ന്. ഇനി താഴത്തെ ഡിലേറ്റ് അഡ്വർടൈസിങ് ID എന്നുള്ള രണ്ടാമത്തത് തുറന്നിട്ട് ഡിലേറ്റ് അഡ്വർടൈസിങ് ID അതും കൊടുക്കുക. അപ്പോൾ എന്തായി? നമ്മളെ ഫോണിലുള്ള ഓൾറെഡി ഉള്ള അഡ്വർടൈസിങ് ID നമ്മൾ ഡിലീറ്റ് ചെയ്ത്, ഈ അഡ്വർടൈസിങ് ID ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത് ബേസ് ചെയ്തിട്ട് നമുക്ക് പരസ്യങ്ങൾ ഓരോ ആപ്ലിക്കേഷനും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതങ്ങ് പോകും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ സെർച്ച് ചെയ്തതിനനുസരിച്ചുള്ള പരസ്യം വീണ്ടും വരുന്നുണ്ട്, വീണ്ടും ഇതൊന്ന് ഡിലീറ്റ് ചെയ്യുക. സംഭവം തിരിഞ്ഞിക്കാം. ഈ അഡ്വർടൈസിങ് ID ഇടയ്ക്കൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ മാറ്റിയില്ല, ഇതുവരെ ഞാൻ സെർച്ച് ചെയ്ത് അനുസരിച്ചുള്ള ഒരു പരസ്യവും ഈ ഫോണിൽ വരികയില്ല. ഇനി അങ്ങോട്ട് ഞാൻ സെർച്ച് ചെയ്യുന്ന അനുസരിച്ചുള്ള പരസ്യം വരുന്നുണ്ടെങ്കിൽ അന്നേരം ഒന്നുകൂടി അങ്ങ് മാറ്റിക്കളഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്ത് ബേസ് ചെയ്ത് നമുക്ക് ഓരോ ആപ്ലിക്കേഷൻ ആയാലും ഗൂഗിൾ ആയാലും ഒക്കെ പരസ്യം പ്രൊവൈഡ് ചെയ്യുന്നത് ഇങ്ങനെ നമുക്ക് പരിഹരിക്കാം. പരസ്യം മൊത്തത്തിൽ മാറ്റിയല്ല കേട്ടോ, നമ്മൾ സെർച്ച് ചെയ്ത് ബേസ് ചെയ്തുള്ള പരസ്യം ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് അറിയാനുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഉപകാരം തോന്നിക്കേണ്ട ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും കൊടുത്തേക്ക്. അപ്പോൾ നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മെപ്പയർ. താങ്ക് യു സോ മച്ച്.